ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. ഇന്ന് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ പറയുന്നത് കേട്ടു, ഞാൻ പല ഓസ്റ്ററിറ്റി മെഷേഴ്സ് എടുക്കാൻ പോവാണ്. അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഓസ്റ്ററിറ്റി മെഷേഴ്സ് ഇനീഷ്യലി അയാൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടത് ടി വിയിലൊക്കെ ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ അയാൾ ഇനി പഴയ കാർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കൺവായ് യൂസ് ചെയ്യുന്നില്ല, പ്ലസ് ഈ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ കേരളത്തിൻ്റെ ഈ ഈ ഇതുമാതിരിയുള്ള ഓസ്റ്ററിറ്റീസ് ചെയ്തുകൊണ്ട് കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കാരണം കേരളത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഏകദേശം 4.5 ലക്ഷം കോടി കടബാധ്യതയുള്ള സ്റ്റേറ്റാണ്. അതിൽ പ്രധാനമായിട്ട് ഈ കേരളത്തിൻ്റെ ഈ എക്സ്പെൻസ് വരുന്നത് ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറിയാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഏകദേശം 33,000 കോടി റുപ്യേൻ്റെ സാലറി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷന് വരുന്നത് ഏകദേശം ആ എമൗണ്ടിൻ്റെ പെൻഷൻ വരുന്നുണ്ട്. പ്ലസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 30,000 ക്രോഡ്സിൻ്റെ പെൻഷൻ ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നു. സോ ഇതൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഐ തിങ്ക് വെൻ ദേ ആർ പണ്ടാര പറഞ്ഞ പോലെ വെൻ ദേ ആർ സൈലൻറ്റ്, they are stealing, when they are talking, they are lying എന്ന് പറഞ്ഞ പോലെ. സോ ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാനുള്ള പൈസ കേരളത്തിൻ്റെ കയ്യിൽ എവിടുന്നാണ് ഉള്ളത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് എ റീസണബിൾ ഗുഡ് റിട്ടേൺസ് ടു ദി ഗവൺമെൻറ്. വലിയ പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു വലിയ റിട്ടേൺസ് കിട്ടുന്ന ടൈപ്പുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള പൈസ എവിടുന്നാണ് ഗവൺമെൻറ് എടുക്കുക ഉള്ളത്? സോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഇന്നിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം സാധിക്കും. ഇനിയിപ്പോൾ ഫോറിൻ റെമിറ്റൻസ് കുറയാണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടും, ഇൻഫ്ലേഷൻ കൂടുകയാണ്. സോ പെട്രോളിൻ്റെയും ഗ്യാസ് ഇതുപോലുള്ള പ്രൈസ് കൂടിയാൽ ഞങ്ങൾക്ക് അറിയില്ല. എല്ലാ ഹോട്ടലായാലും ശരി, അല്ലെങ്കിൽ സ്വിഗ്ഗി ഡെലിവറി എല്ലാത്തിനും കൂടും പ്രൈസ്. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ വാണ്ട് ടു സേ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് റുപ്പി 96 മേ ബി അടുത്തത് 100 അത് എപ്പോഴാണ് ടച്ച് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയുന്നത്, ട്രംപിനെ കുറിച്ച് ആലോചിക്കുക. ട്രംപിനെ സംബന്ധിച്ചോളം കുറേ ട്രേഡ് അഡ്വൈസേഴ്സ് ഉണ്ട്. ഈ ട്രേഡ് അഡ്വൈസേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ല. ശരിക്കും ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസേഴ്സിനൊക്കെ ടാർഗറ്റ് ഉണ്ട്. ഓരോ ക്വാർട്ടറിലും അവർ ഇത്ര ഡീല് സൈൻ ചെയ്യണം. സോ ട്രേഡ് ഡീല് ഈ ക്വാർട്ടറിൽ അവർ 3,700ഓളം ട്രേഡ് ഡീൽ ഒരു ക്വാർട്ടറിൽ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. സോ അത് വളരെ എഫിഷ്യൻ്റാണ്. നമ്മളെ നാട് പോലെ ഇന്ത്യനെ പോലെ ട്രേഡ് ഡീൽ സൈൻ ചെയ്യും. പക്ഷേ അമേരിക്കനെ സംബന്ധിച്ചോളം അവർക്ക് ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ ഈസിയാണ്. കാരണം ദേ മേക്ക് എ ലോട്ട് ഓഫ് ഗുഡ് പ്രോഡക്ട്സ്. ദേ ക്യാൻ എയറോനോട്ടിക്കൽസ് ആയാലും ഫോൺസ് ആയാലും ചിപ്സ് ആയാലും ടെക്നോളജിയിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. So anyway, that's what I want to tell now. Thank you for viewing my channel. Please do subscribe my channel. Have a nice day.